ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്ഥിരം ആവശ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. കൂടുതൽ ആവശ്യക്കാരുള്ളൊരു ടോപ്പിക്കാണ്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറൻറ്റ് ഫീലിങ്സ്, കറൻറ്റ് സിറ്റുവേഷൻ നിങ്ങളവർ മനസ്സിലാക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂടുതലും എനിക്ക് ഇങ്ങനെ ഒരു ടോപ്പിക്ക് റിക്വസ്റ്റ് വരുന്നത് തീർച്ചയായിട്ടും നോ കോണ്ടാക്റ്റിലുള്ള വ്യക്തികളുടെയാണ്. കാര്യം ഇവർക്ക് ഇത് അല്ലാതെ മറ്റൊരു സോഴ്സ് ഇല്ലല്ലോ, എന്താണ് അവരുടെ ഒരു പേഴ്സൺ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോസിലും ഇത് തന്നെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നിങ്ങളുടെ ഒരു പേഴ്സണെ എന്താണ് അവരിപ്പോൾ, അവരുടെ ഒരു അവസ്ഥ, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, ഫീലിങ്സ് എന്താണ് എന്നുള്ളതെല്ലാം നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങളിത് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതായിരിക്കും. ഇവിടെ വരുന്നത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ എനർജി ആണെങ്കിൽ മാത്രം. ഇനി അങ്ങനെ എല്ലാ സിറ്റുവേഷൻസ് എല്ലാം ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കരുത്, അത് വിട്ടുകളഞ്ഞേക്കുക. ഓക്കെ, അപ്പം നമ്മളിവിടെ ഈ ഒരു ഓവറോൾ എനർജിക്കായിട്ട് എടുത്തിരിക്കുന്നത് ഒറാക്കിൾ ഡെക്കാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരിക, പോസിറ്റീവ് തോട്ട്സ് വരിക, അവരുടെ തന്നെ ഒരു എനർജി വരുന്നതിനായിട്ട് ഒന്ന് ഈ ഒരു റീഡിങ്ങുമായിട്ട് ഒന്ന് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക. Okay. Foundation and achievements. Throat chakra. Intuition. Base chakra. Partnerships and alliances. Disruption, patience, material harvest, heart chakra, stand your ground. ഇന്ന് ചക്രാസ് കുറച്ച് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. Okay, movement, choices and decisions, and one more. Sacrifice. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് ഇതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അവരിപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നത് ചിലപ്പോൾ നോ കോണ്ടാക്റ്റ് ഉള്ളവരുടെ മാത്രമായിരിക്കും ചിലപ്പോൾ വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഒരു സ്പ്രെഡ് കണ്ടിട്ട് ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് കോണ്ടാക്റ്റിലൊക്കെ ഉള്ളവരും ഇതിനകത്ത് പെടാനുള്ള സാധ്യതയുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും തന്നെ അറിയുന്നുണ്ടാവില്ല. അവരെന്ത് ചെയ്യുന്നു, അവരിപ്പോൾ ഏതവസ്ഥയിലാണ്, അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടായോ ഒന്നും നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. ഇനി മറ്റു ചിലർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ നിങ്ങളുടെ പേഴ്സൺ പഴയതുപോലെയല്ല, അവർക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് മുഖം തരുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സ്റ്റേജ് ആയിരിക്കാം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ലെസ് കോണ്ടാക്റ്റിലുള്ളവരൊക്കെ ആവാം. ചിലപ്പോൾ വല്ലപ്പോഴും വന്നിട്ടൊരു മെസ്സേജ് ഇടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിടിതരാതെ നടക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കാറ്റഗറിയൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് നിങ്ങളുടെ പേഴ്സൺ, ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ ലൈഫിലെ ഒരു ട്രാൻസിഷൻ പീരീഡാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണം പറയാൻ. അവരുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരവസ്ഥയിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. അതായത് ഇവരുടെ ഇപ്പോൾ കുറച്ച് മുൻപുള്ള ഒരു പാസ്റ്റ് എടുത്തു കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഒരുപാട് സഫർ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേര് ചിലപ്പോൾ ഇപ്പോഴും സഫറിങ്ങിലായിരിക്കാം, കുറച്ച് പേര് അതിൽ നിന്നൊന്ന് ഡിറ്റാച്ച് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പതിയെ പതിയെ ആ ഒരു, ഞാൻ ഇതിന് മുൻപുള്ള ചില വീഡിയോസിൽ പറയാറുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒരു വഴിയിലേക്ക് വരണം. ആ ഒരു സെയിം പാത്തിലൂടെ നിങ്ങൾ എപ്പോൾ സഞ്ചരിച്ച് തുടങ്ങുന്നോ അപ്പോഴാണ് ആ ഒരു പരസ്പരം നമ്മൾ മനസ്സിലാക്കുക എന്താണ് മറ്റേ ആൾ, അല്ലെങ്കിൽ അവർ എൻ്റെ ലൈഫിൽ എത്രയോ പ്രധാനപ്പെട്ട വ്യക്തിയാണ്, അവർക്ക് ഒരു സ്പേസ് ഉണ്ട് തീർച്ചയായിട്ടും, അതിന് പകരം വെക്കാൻ മറ്റൊരാളില്ല
എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു സ്റ്റേജ്, നമ്മുടെ ആദ്യത്തെ ആ ചെറിയ എന്താ പറയുക ഓരോരോ ഇതുണ്ടല്ലോ, നമുക്ക് ഒരാളെ കാണുക, ഇഷ്ടപ്പെടുക, അവർ ചിലപ്പോൾ അവരുടെ ക്യാരക്ടർ ആയിരിക്കാം, സൗന്ദര്യമായിരിക്കാം, എല്ലാ രീതിയിലും അവരോട് അട്രാക്ഷൻ തോന്നുക, ഫിസിക്കലി തോന്നുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്റ്റേജ് ഉണ്ട്, നമ്മൾ പരസ്പരം ആ ഡീപ്പ് ബോണ്ടിങ്, ആ നമ്മുടെ സോൾ വൈസ് നമ്മൾ മനസ്സിലാക്കുക എന്താണ് ആ ഒരു വ്യക്തി എന്നുള്ളത്. നമ്മളെ ചിലവർക്ക് അത് തനിയെ അറിയാൻ പറ്റും, ചിലവരെ അത് കാലം പഠിപ്പിച്ചു കൊടുക്കും എന്നുള്ളതാണ്. അപ്പോഴാണ് ആ ഒരു നിങ്ങളുടെ രണ്ടുപേരുടെയും പാത്ത് ഒന്നായി തീരുക. അപ്പൊ ഇവിടെ ഈ ഒരു പേഴ്സന്റെ ഒരു നിയോഗം, അല്ലെങ്കിൽ ഇവരിപ്പോ ആ ഒരു വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു വഴിയിലേക്ക് പോകാനാണ് യൂണിവേഴ്സ് ഇവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പോഴത്തെ ഇവരുടെ ഒരു സാഹചര്യത്തിൽ ഇവർ ഒരുപാട് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകണം. ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അപ്പോൾ ഇവര് പല പല സാഹചര്യത്തിലൂടെ കടന്നു പോയി പല അനുഭവങ്ങൾ നേടി ഒരു പാഠം പഠിക്കണം. എന്താണ് ലൈഫ്, ഈ നമുക്കിപ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ അറിയുന്നുണ്ട്. ചിലപ്പോൾ കൂടുതൽ ആൾക്കാരും നമുക്ക് കമന്റ്സിലായാലും അതുപോലെ തന്നെ നേരിട്ട് വാട്സപ്പിലൊക്കെ പലരും പറയാറുണ്ട്. ചിലർ വളരെ എന്താ പറയാ തൊണ്ടയിടറി കരഞ്ഞുകൊണ്ട് പറയുന്ന ആൾക്കാർ വരെ ഉണ്ട്. അതായത് ഈ ഒരു നമ്മളുടെ റീഡിങ്സ് കാണുന്നു, അല്ലെങ്കിൽ ഇതിൽ വരുന്ന നമ്മൾ ജീവിക്കാനുള്ള ഒരു പ്രേരണ കൊടുക്കുന്നു. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ആത്മഹത്യ ചെയ്യാനായിട്ടുള്ളൊരു തോന്നലുണ്ടെങ്കിൽ പോലും ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നൊക്കെയുള്ളൊരു മെന്റാലിറ്റിയിലേക്ക് എത്താൻ സഹായിക്കുന്നതെന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. അതുപോലെ കമന്റ്സിലും പറയാറുണ്ട്. അപ്പം നമുക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം നമ്മളുടെ ഒരു റീഡിംഗ് ആണ്, അതെടുത്ത് നമ്മൾ ചെയ്യുന്നു, അപ്പോൾ വരുന്ന എനർജീസ് പറയുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത്. എങ്കിൽ പോലും അത് നമുക്ക് നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഒരു പ്രചോദനം കിട്ടുന്നു എന്നറിയുന്നതിലും സന്തോഷമുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗൈഡൻസ് തരാനായിട്ട് നിങ്ങൾ കുറച്ച് സ്പിരിച്വലി നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ റീഡിങ്സ് മുഖേനയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയെടുത്തത്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഇങ്ങനെ ഒരു ഗൈഡൻസ് കൊടുക്കാനോ അല്ലെങ്കിൽ ആ ഒരു മോട്ടിവേറ്റ് ചെയ്യാനോ ഒക്കെ ജീവിതത്തിൽ ആളുകൾ ആരും ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഉള്ളൊരു പേഴ്സൺ ആ ഒരു അവസ്ഥയിലുമാണ്, കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിന്റെ കാരണം തന്നെ ഇവർ കുറച്ച് പഠിക്കാനുണ്ട്. നമ്മൾ വിതച്ചതെന്തോ അതേ കൊയ്യുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇവരിപ്പോൾ ഉള്ളത്. അവർ ഓരോരോ ചിലപ്പോൾ ഇവർ വളരെയധികം അഹങ്കാരികളായിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഇവർക്കൊരു വളരെ സെൽഫ് കോൺഫിഡൻസ്, ഞാൻ തന്നെയാണ് ഏറ്റവും ബിഗർ എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പൊ അതൊന്നും ഒന്നുമല്ല എന്നുള്ളത് ഇവർ പതിയെ മനസ്സിലാക്കി റിയലൈസ് ചെയ്ത് വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അവരിപ്പോൾ യൂണിവേഴ്സ് ഒരു പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ടേണിംഗ് പോയിന്റ് ആണെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉള്ളപ്പോഴാണെങ്കിൽ പോലും ഇവർക്ക് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യണം, അങ്ങനെ ഒരു ഭയങ്കര വ്യഗ്രതയുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോയി അതിനുവേണ്ടി പായുമ്പോൾ ചിലപ്പോൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങൾ ഒരുമിച്ചുണ്ടാവേണ്ടുന്ന ചില മുഹൂർത്തങ്ങളൊക്കെ ഇവർ ചിലപ്പോൾ സ്പോയിൽ ചെയ്തിട്ടുണ്ടാവാം. അതിൻ്റെയൊക്കെ പുറകിൽ പോയിട്ട് ഇതിനൊക്കെ വലിയ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ ആ ഒരു കാര്യത്തിന്റെ പുറകെയുള്ള ഓട്ടപ്പാച്ചിലിനായിരിക്കും ചിലപ്പോൾ ഈ ഒരു വ്യക്തി പോയിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പൊ ഇവര് മനസ്സിലാക്കുന്നു ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇങ്ങനെയുള്ള ലൗകിക സുഖങ്ങളുടെ പുറകെ മാത്രം പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ഫൈനൽ റിസൾട്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കുന്നു. അവർ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്നതൊന്നും ഒന്നുമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു വ്യക്തിക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ ഇവിടെ നമുക്ക് ത്രോട്ട് ചക്രം വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ലെസ് കോണ്ടാക്ട് ആയിരിക്കാം എന്ന് പറഞ്ഞ കാരണം കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവുന്നില്ല. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കോണ്ടാക്ട് എങ്ങനെയാണോ നമ്മൾ ഒരു റിലേഷൻഷിപ്പിലുള്ള രണ്ട് വ്യക്തികൾ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവുന്നത് അതിവിടെ ഇല്ല. കാരണം ആ ഒരു നമ്മളെങ്ങനെ ബോണ്ടിങ് വരുന്നത് നമ്മളുടെ സംസാരത്തിലൂടെയാണ്. നിങ്ങൾ ചിലപ്പോൾ വളരെ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, പക്ഷെ എങ്ങനെയാണ് നിങ്ങളെ ഒരു ഹൃദയമായിട്ട് മാറിയത്? ആ ഒരു നിങ്ങളുടെ രണ്ടുപേരുടെയും സംസാരം, ആ കമ്മ്യൂണിക്കേഷനാണ്. അതിനാണ് ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം വന്നിരിക്കുന്നത്, ഇതിനകത്ത് വന്നിരിക്കുന്ന പേഴ്സന്റെ എനർജി എന്ന് പറയുമ്പോൾ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ആ ഒരു തുറന്ന എന്താ പറയാ സംസാരം ഇല്ല. ഇപ്പൊ ലെസ് കോണ്ടാക്റ്റിലുള്ളവരാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇവർ ഒഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ ദേഷ്യപ്പെടുക, ഇതൊക്കെ ആയിരിക്കാം. മുഖം തരാതെയൊക്കെ ഇവർ പോകുന്നുണ്ടാവും. അപ്പൊ പക്ഷെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആവാനായിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവർക്കിപ്പോൾ ഒരു ഇൻഡ്യൂഷൻ പീരീഡിലേക്ക് ഇവർ കടന്നിട്ടുണ്ട്. കാര്യം നമ്മൾ തന്നെ നമുക്കൊരു കാര്യങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുക, അല്ലാന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ ആരും പറയാതെ തന്നെ നമ്മൾ മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു കഴിവ്, അതിലേക്കൊക്കെ ഇവര് കടന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ കടന്നു വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുക. ഇൻഡ്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക്
പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സോളിന്റെ ഒരു ലാംഗ്വേജ് ആണ് ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു സോൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു, ആ ഒരു പവറിലേക്ക് അവർ വന്നു തുടങ്ങുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അവർക്ക് ചുറ്റും നിൽക്കുന്നവരുടെ ഒരു തനി നിറം എന്താണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ എന്തിനാണ് അവരെന്നോട് ഈ സ്നേഹം കാണിച്ചത്, അതുപോലെ നിങ്ങൾ എന്തിനാണ് കാണിച്ചത്, എന്തായിരുന്നു നിങ്ങളുടെ ആ ഒരു രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനം എന്നുള്ളതൊക്കെ അവർക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ബേസ് ചക്ര, ഹാർട്ട് ചക്ര ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ബേസ് ചക്ര എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മൂലാധാര ചക്രമാണ്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ഒരു എന്താ പറയാ, ഞാൻ പറഞ്ഞു അവരുടെ ഒരു പാസ്റ്റ് ലൈഫ്, നിയർ പാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചൊരു ട്രോമ അവർ അനുഭവിച്ചിട്ടുണ്ട്, കുറച്ച് വിഷമങ്ങളുണ്ട്, അവർക്കൊരു ആങ്സൈറ്റി, ഫിയർ, ഇതെല്ലാം ഉണ്ട്. അപ്പൊ നമുക്കിവിടെ ബേസ് ചക്ര നോക്കുമ്പോഴൊക്കെ അറിയാം, ഹാർട്ട് ചക്ര നോക്കുമ്പോഴും അതുപോലെ അറിയാം അവരിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഭരിച്ചിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവർക്കൊരു ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ തീർച്ചയായിട്ടും ലൈഫിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലർക്ക് ഇപ്പോഴും അതുണ്ടെന്നുള്ളതാണ്. എന്തോ തനിക്ക് ആരുമില്ല, അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെ അല്ലായിരുന്നു വേണ്ടത് എന്നൊക്കെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ അവർക്ക് എന്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു സന്തോഷമില്ലാത്തത്, അല്ലെങ്കിൽ എപ്പോഴും മനസ്സിലൊരു ഉത്കണ്ഠ, ഒരു ആദി എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയിലൊക്കെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ചക്രാസിന്റെ ഒക്കെ ഒരു ബ്ലോക്കേജ് അവർക്ക് മാറേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അത് മാറും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി അവരൊരു ആ ട്രാൻസിഷൻ പീരീഡിലാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ട്രാൻസിഷൻ അവരെ പല കാര്യങ്ങളും മനസ്സിലാക്കി എടുപ്പിക്കും. ചിലപ്പോൾ ഇന്നോ അല്ലെങ്കിൽ നാളെ രാവിലെ എണീക്കുമ്പോഴും ഇത് മാറില്ല. ഓരോരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് മനുഷ്യൻ പല കാര്യങ്ങളും പഠിക്കേണ്ടത്. അങ്ങനെ പഠിച്ചു വരുമ്പോൾ മാത്രമേ നിങ്ങളുടെ അടുത്തും അവർ അതേപോലെയുള്ള ഒരു എന്താ പറയുക സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ എത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു നല്ലൊരു കമ്മിറ്റ്മെന്റിലേക്ക് ഈ ഒരു പേഴ്സൺ എത്തണമെങ്കിൽ അവർ പല കാര്യങ്ങളും പഠിക്കണം. യൂണിവേഴ്സ് അവരെ പഠിപ്പിച്ചു കൊടുക്കും എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളും പഠിച്ചിട്ടില്ലേ, ഇപ്പൊ ഈ ഒരു വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നലിൽ നിന്ന് ഇവരെന്തായിരുന്നു, ഏതായിരുന്നു, അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവം എന്തായിരുന്നു, ആളുകൾക്ക് മാറാനായിട്ട് ഇത്രയധികം സമയം വേണ്ട, നിങ്ങൾ വിചാരിച്ചതുപോലെ എല്ലായിരുന്നു സംഭവങ്ങൾ, വേണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും, ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങളും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ അവരും ഈ ഒരു ലെസൺസ് ഒക്കെ ലേൺ ചെയ്യണം എന്നുള്ളതാണ്. അവരത് ലേൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ ഹാർട്ട് ചക്രയൊക്കെ നമുക്കത് ആ ഒരു ബ്ലോക്കേജ് ഒക്കെ മാറി ഓപ്പൺ ആവുമ്പോഴാണ് നമുക്ക് ആ മറ്റുള്ളവരോടുള്ള സിമ്പതി, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഇഷ്ടപ്പെടുന്നവരോട് മിങ്കിൾ ചെയ്യാൻ, അവരെ വിശ്വസിക്കാൻ, അതുപോലെ അവരുമായിട്ട് നന്നായി സംസാരിക്കാൻ, ഇതൊക്കെ നമുക്ക് ഈ ഒരു പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണം, ആ ഒരു പ്യുവർ ലവ് ഒക്കെ ഉള്ളിൽ നിന്ന് വരാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ബ്ലോക്കേജസ് ഒക്കെ മാറണം അവർക്ക്. അവരുടെ ഈ നമ്മുടെ ചക്ര ബ്ലോക്കേജസ് എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് നമ്മളെ വല്ലാതെ നമ്മളുടെ മൈൻഡ്, ബോഡി, ഫിസിക്കലി എല്ലാം നമ്മളെ, മെന്റലി ഒക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം അവർക്ക് അനിവാര്യമാണ് എന്നുള്ളതാണ്. അതുതന്നെ നമുക്ക് ഡിസ്റപ്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി കുറച്ച് എന്താ പറയാ ഇംപേഷ്യൻ്റ് ആയിട്ടാണ് കാണുന്നത്. ആ ഒരു പേഷ്യൻസിലേക്ക് ഇവർ വരാനായിട്ടുണ്ട്. ഒരു സമാധാനം അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എന്താണെന്നുള്ളത് ഇവർ അറിയണം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയി കഴിയുമ്പോൾ ഇവർക്ക് ആ ഒരു അറിവിലേക്ക് ഇവരെത്തുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ മെറ്റീരിയൽ ഹാർവസ്റ്റും അത് തന്നെയാണ് പറയുന്നത്. വാട്ട് യു സോ യു റീപ്പ്. അതായത് നമ്മൾ എന്തോ വിതച്ച് അത് തന്നെ നമ്മൾ കൊയ്യും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ആ ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇവരിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും പോസിറ്റീവായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെ ഇവർക്ക് കിട്ടും. അതല്ല ഇവർ തെറ്റായ രീതിയിലാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് ഇവർ ചെയ്തിട്ടുള്ളത്, ഏത് ഫീൽഡായാലും. ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ കരിയറിലായാലും നമ്മളൊരു എന്താ പറയാ ഒരു ചതി ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഒരു ചീറ്റിംഗ് ചെയ്തു, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് നമുക്ക് ആ ഒരു ഇത് തന്നെയായിരിക്കും. പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ വ്യക്തി വേറെ ചില കാര്യങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റിവിറ്റിയും അവർക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ അവരിപ്പോ ചില ആളുകളെ അവരുടെ ലൈഫിൽ നിന്ന് ഒഴിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതായത് അവരുടെ ഒരു ഇൻഫ്ലുവൻസ്, ചില വ്യക്തികളുടെ ഒരു ഇൻഫ്ലുവൻസ് അവരെ ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ ഒന്ന് ഡൗൺ ആക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ തിരിച്ചറിഞ്ഞ് അവരുമായിട്ടൊന്ന് എതിർത്ത് നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്രയും നാൾ അവർ പറയുന്നതെല്ലാം അനുസരിച്ച് നിന്ന വ്യക്തിയായിരിക്കാം. അപ്പൊ അവർ ആ ഒരു ഇൻഡിപെൻഡൻസ് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ഒരു എന്താ പറയാ അവരുടെ ആ ഒരു പവർ എന്താണെന്നിലേക്ക് തിരിച്ചവർ വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞു തുടങ്ങി. അവരെ സ്നേഹം നടിച്ച് കൂടെ കൊണ്ടു നടന്ന വ്യക്തികൾ എന്തായിരുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അവരോട് എതിരിട്ട് സംസാരിക്കാനായിട്ട് ഇവർ തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ ഗ്രൗണ്ട് അവർ ക്ലിയർ ആക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് മൂവ്മെന്റ് ചോയ്സസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ അവര് വളരെ പ്ലാൻ ചെയ്ത്
ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണ്. അപ്പൊ ഇവിടുത്തെ നമുക്ക് ഈ ഒരു പേഴ്സന്റെ എനർജി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അതിന് സാധിക്കും. കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാലും ഇനി അവർക്കൊരു പറ്റില്ല. ഇപ്പൊ ഇത്ര നാൾ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും ഇനി അവരത് ആലോചിച്ചും കണ്ടുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ വേണം എടുക്കാൻ എന്നുള്ളൊരു ഗൈഡൻസ് കൂടി ഉണ്ട് അതിനകത്ത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കാണുന്നത്. അപ്പൊ ചിലവരുടെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പേഴ്സൺസിന്റെ എനർജി ഉണ്ട്. ഇപ്പൊ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ പോലും അതിലുമുണ്ട് ഒരുപാട് പേഴ്സൺസിന്റെ എനർജി, സിംഗിൾ അല്ല. അപ്പോൾ കുറച്ചു പേര് ഈ ഒരു പാത്തിലേക്ക് കയറിയിട്ടുണ്ടാവാം. ചിലവര് ഇപ്പോഴും ആ ഫിയറിൽ തന്നെയായിരിക്കും. അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇനി അത് ആ ഫിയർ ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് വന്നിരിക്കുന്ന പേഴ്സണെ യൂണിവേഴ്സിൽ നിന്ന് കുറച്ച് സംഭവങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് പഠിച്ച് ക്ലിയർ ആയതിനു ശേഷം മാത്രമേ ഇവർക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പോലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ലേണിംഗ് പ്രോസസ്സിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ യൂണിവേഴ്സിന്റെ തന്നെ ആ ഒരു പാഠം അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ പിന്നീട് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാലും ആ ഒരു സ്റ്റെബിലിറ്റി അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ലൈഫ് അവര് അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞാലൊന്നും ഇങ്ങനെയുള്ളവരൊന്നും കേൾക്കില്ല. അവർക്ക് തന്നെ ഒരു അനുഭവം കിട്ടണം. ഇപ്പൊ ഇവർ തേർഡ് പാർട്ടിയുടെ കൂടെയാണ് പോയിട്ടുള്ളതെങ്കിൽ ആ തേർഡ് പാർട്ടി എന്താണെന്നുള്ളത് ഇവർ അനുഭവിച്ച് ഇവരുടെ അനുഭവത്തിലൂടെ വരണം. അപ്പോൾ അത് വരും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരെന്താണെന്നുള്ളത് ഇവര് ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ യൂണിവേഴ്സ് പഠിപ്പിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതും സാക്രിഫൈസ് എന്ന് പറഞ്ഞ കാർഡ് തന്നെയാണ്. അപ്പൊ ഇതും ആ ഒരു എന്താ ഞാൻ ഈ പറഞ്ഞ അതിന്റെ ഒരു ഓവറോൾ എനർജിയാണ്. പല കാര്യങ്ങളും ഉപേക്ഷിച്ച് ഒരു എന്താ പറയുക ഒരു പുതിയ ഒരു ഫ്രഷ് സ്റ്റാർട്ട് പോലെ അവർക്ക് തുടങ്ങണം, അല്ലെങ്കിൽ അവർ കാര്യങ്ങൾ തിരിച്ചറിയുന്നു. ആ ഒരു ട്രാൻസിഷൻ ഇവർക്ക് വരുന്നു. വളരെ സ്ലോയിലാണെങ്കിലും ഒരു ട്രാൻസിഷൻ ഇവർക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ പീരീഡിലേക്ക് പോകാനായിട്ട് ഇവരുടെ പല കാര്യങ്ങളും, ചിലപ്പോൾ ഇവരുടെ അകാരണമായിട്ടുള്ള പേടി, ചിന്തകള്, ഇവരുടെ വേണ്ടാത്ത തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ, അങ്ങനെ പല കാര്യങ്ങളും ഉപേക്ഷിച്ച് ആ ഒരു പാത്തിലേക്ക് ഇവർ വരണം. അപ്പോൾ ഈ ഒരു പേഴ്സൺ അങ്ങനത്തെ ഉള്ളൊരു പ്രോസസ്സിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയത് ഇവരുടെ ഒരു കറന്റ് എനർജി അങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു പാത്തിലൂടെ പോകുന്നത് കൊണ്ടാണ് ഇവർക്ക് എന്താ പറയാ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫീലിംഗ് എന്താണ്, നിങ്ങളെ കുറിച്ച് ഒരു മിസ്സിങ് ഒക്കെ ഇവർക്ക് മനസ്സിലാക്കുന്നത്. ഇവരുടെ കൂടെയുള്ള ഇപ്പോഴത്തെ വ്യക്തികൾ ചിലപ്പോൾ ഇവർ ചീറ്റ് ചെയ്തിട്ടുണ്ടാവും, അതെന്താണെന്ന് മനസ്സിലാക്കുന്നത്. ലൈഫ് അല്ലെങ്കിൽ ഈ ഒരു വേൾഡിൽ നമ്മളുടെ ഒരു കർമ്മ എന്താണെന്നുള്ളതൊക്കെ ഇവർ മനസ്സിലാക്കി പഠിച്ചു വരട്ടെ എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നോക്കിയിരിക്കുന്നത് ഒറാക്കൽ ഡെക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒറാക്കൽ എന്ന് പറയുമ്പോൾ ടാരോ പോലെയല്ല, നമുക്ക് അതിനകത്തൊക്കെ ഒരു മെസ്സേജുകളും ഇതിനൊപ്പം തന്നെ ഉണ്ടാവും. നമ്മൾക്കുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നതിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള മെസ്സേജുകളും നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പേഴ്സൺ ഇതിലൂടെയൊക്കെ കടന്നു പോകണം എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ ഇതിൽ നിങ്ങളുടെ പേഴ്സൺസ് ആരൊക്കെയാണെന്ന് അറിയാനായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ക്ലൂവും കൂടി എടുത്ത് നോക്കാം. ഓക്കെ, ഓക്കെ. ഇസഡ്, പത്തനംതിട്ട, ലിയോ, ജാനുവരി, ഇടുക്കി, നമ്പർ 20, കോട്ടയം, നമ്പർ 30, സ്കോർപിയോ, നമ്പർ 7, നമ്പർ 23, letter K, Taurus, Trivandrum, letter B, Ernakulam, 24, September month, Aries, October month, J, number 17, number 15, letter L, R, T, number 16, I, X, and the last one
ലിബ്ര. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ ക്ലൂസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണാം, ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് യൂണിവേഴ്സായിട്ട് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളിവിടെ അനുഭവിച്ചത് എന്തൊക്കെയാണോ, അല്ലെങ്കിൽ നിങ്ങളെ ഒരു ലെസണിലൂടെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, ലൈഫ് എന്താണെന്നൊക്കെയുള്ള. അപ്പം അതുപോലെ തന്നെ മറ്റൊരു വഴിയിലൂടെ യൂണിവേഴ്സ് വരെ നടത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരതിൽ പിച്ച വെച്ച് നടക്കട്ടെ. നിങ്ങളിലേക്ക് അതിനുശേഷം എല്ലാം മനസ്സിലാക്കി, ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കി അവർ തിരിച്ചെത്തട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ്. ഓക്കെ, ബൈ.